ആയിട്ട് ഒരു ചെമ്മീൻ റൈസ് ഉണ്ടാക്കിയാലോ? ചെമ്മീൻ മസാല റൈസ്. എൻ്റെ ഫ്രണ്ട് ഈ ഒരു റെസിപ്പി പോസ്റ്റ് ചെയ്തപ്പോഴേ ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി. വളരെ ഈസിയായ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കിയാലോ? ആദ്യമായിട്ട് മുളക്, മഞ്ഞൾ, ഉപ്പ് ഇവ ചേർത്തിട്ട് ചെമ്മീൻ നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക. ഒരു ഹാഫ് ആൻ അവർ മതിയാവും. പിന്നെ ഈ റെസിപ്പി കുക്കർ മാത്രം ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന കേട്ടോ. അപ്പോൾ കുക്കറിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ ഓയിൽസ് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. അതിനുശേഷം കൊഞ്ചൻ, അതായത് ചെമ്മീൻ, നമ്മുടെ നാട്ടിൽ ഇതിനെ കൊഞ്ചൻ എന്ന് പറയും കേട്ടോ. ചെമ്മീൻ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അതായത് വല്ലാണ്ട് അങ്ങ് പൊരിഞ്ഞ് ഫ്രൈ ആയി വരണ്ട, ജസ്റ്റ് ഒന്ന് അതിനൊന്ന് വറുത്ത് കോരി മാറ്റി വെക്കുക. അതിനുശേഷം ഇതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കുക. ഒരു വലിയ സവാളയാണ് അവിടെ ചേർത്തിട്ടുള്ളത്. അത് ചേർത്ത് ആ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സവാള വഴറ്റി വരുന്ന സമയത്ത് തന്നെ ഇതിൽ തക്കാളി ചേർത്ത് കൊടുക്കുക. ഒരു 2 നല്ല പഴുത്ത തക്കാളിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ആ തക്കാളി കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുക. തക്കാളി നന്നായിട്ടൊന്ന് വഴണ്ടി വരുന്ന സമയത്ത് തന്നെ ഇതിലേക്ക് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് 3ഉം ചതച്ച് വെച്ചിട്ടുള്ളതാണ്. ഇത് മിക്സിയിലിട്ടിട്ടൊന്നും ചതച്ചെടുത്തിട്ടുള്ള നമ്മളെ സാധാരണ ചതക്കുന്ന കല്ലില്ലേ, അതിലിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്ത് ഇത് 3ഉം ഒരുമിച്ചിട്ട് ചതച്ചെടുത്തിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കും. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്ത് കോരി മാറ്റി വെച്ചിരിക്കുന്ന ചെമ്മീനില്ലേ, അതൊന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ മസാലയിട്ട് ആ ചെമ്മീനെ ഒന്ന് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. നിങ്ങൾ എടുക്കുന്ന അരി ഏതാണോ അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മസാല പൊടി ചേർത്ത് കൊടുക്കുക. കുറച്ച് ഗരം മസാലപ്പൊടി, പിന്നെ കുറച്ച് ലെമൺ ജ്യൂസ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നെയ്യ്, അതായത് ഇവിടെ അമൂലിൻ്റെ നെയ്യാണ് ഉപയോഗിച്ചിട്ട് കുറച്ച്, വളരെ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ റൈസ്, ഇതാണ് ഞാൻ ഇവിടെ എടുക്കുന്ന റൈസ്, ബസ്മതി റൈസാണ് ഞാൻ അവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ വരുന്നത് നമുക്ക് വെയിറ്റ് ചെയ്യാം. വിസിൽ വന്നിട്ട് ഒരു 15 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. വിസിൽ വന്ന ഉടനെ ഇതൊന്ന് തുറന്നു കഴിഞ്ഞാൽ ആ ഒരു ദമ്മിൽ കടന്ന് വേവേണ്ട ആ ഒരു സിസ്റ്റം ഇതിന് കിട്ടാണ്ടാവും. സോ അതൊന്ന് വിസിൽ കഴിഞ്ഞ ശേഷം ഒരു 15 മിനിറ്റും കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് തുറന്ന് നോക്കിയേ ഒരു അടിപൊളി ചെമ്മീൻ റൈസ് ഇവിടെ തയ്യാറാണ്. പിന്നെ എന്നോട് പറയാൻ മറന്നുപോയി, ഞാൻ ഈ ചെമ്മീൻ്റെ തലൻ്റെ പോർഷനും കൂടി എടുത്തിട്ടുണ്ട്. അതാവുമ്പോൾ ഈ ഫ്ലേവർ നന്നായിട്ടുണ്ടാവും ഈ ചെമ്മീൻ റൈസിൽ. ഓക്കെ, ഇഷ്ടമില്ലാത്തവർ അത് ഉപയോഗിക്കാതിരിക്കുക. എന്നാലും മസ്റ്റ് ട്രൈ ആയിട്ടുള്ള, നമ്മൾ മടിച്ചിരിക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഒരു റെസിപ്പി എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഈ റെസിപ്പി ഇഷ്ടമായ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ ഗൈസ്, ബൈ.